അസ്ത്ര ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ് കെമിസ്ട്രീൻ്റെ 1ാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള പാഠത്തിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ട് 2 ആണ്. അപ്പോൾ വേഗം നമുക്ക് പാഠത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രോട്ടോണിനെ പറ്റി ആണ് തുടങ്ങുന്നത്. In 1886, Eugen Goldstein, the German scientist, conducted discharge tube experiment. അപ്പോൾ 1886 യൂഗൻ ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന ജർമ്മൻ സയൻറ്റിസ്റ്റ് വീണ്ടും ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു. ഓക്കെ, വിത്ത് പെർഫറേറ്റഡ് കാത്തോഡ്. പക്ഷേ ഇത്തവണ ആനോഡല്ല പെർഫറേറ്റഡ്, അതായത് എന്താണ്, സുഷിരങ്ങളുള്ള ആനോഡല്ല ഉപയോഗിച്ചത്. അതിന് പകരം പെർഫറേറ്റഡ് ആയിട്ടുള്ള കാത്തോഡ്, സുഷിരങ്ങളുള്ള കാത്തോഡാണ് ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ഹി ഡിസ്കവേർഡ് റേസ് നോൺ ആസ് കനാൽ റേസ്. അതിനുശേഷം അദ്ദേഹം ഡിസ്കവർ ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചത് ഒരു രശ്മികളായ കനാൽ റേസ് ആണ്. ഓക്കെ, ആസ് ദേ ഓർഗനൈസ്ഡ് ഫ്രം എ മെറ്റൽ പ്ലേസ്ഡ് അറ്റ് ദി പോസിറ്റീവ് സൈഡ് ദേ വർ നോൺ ആസ് ആനോഡ് റേസ്. അതായത് ഈ കനാൽ റേസ് എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്തത് എവിടെ നിന്നായിരുന്നു? പോസിറ്റീവ് സൈഡിൽ, അതായത് ആനോഡിൽ നിന്ന് എറൈസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ആനോഡിൽ നിന്ന് പുറപ്പെടുന്ന പോലെ ആയിരുന്നു ആ രശ്മികളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കനാൽ റേസിന് ആനോഡ് റേസ് എന്നും അറിയപ്പെട്ടിരുന്നു. He studied the characteristics of these rays and identified the presence of positive charge in them. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ കനാൽ റേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ പഠിക്കുകയും അതിൽ പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ്, പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു. The behavior of these canal rays varied with the nature of gases taken in the discharge tube. അതായത് ഡിസ്ചാർജ് ട്യൂബിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാതകം, അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന വാതകം മാറുന്നതിനനുസരിച്ച്, ഗ്യാസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ഈ കനാൽ റേസിൻ്റെ ബിഹേവിയർ, അതായത് ഈ കനാൽ രശ്മികളുടെ സ്വഭാവം എന്തായിക്കൊണ്ടിരുന്നു? മാറിക്കൊണ്ടിരുന്നു. Okay, the smallest and the lightest positive particles in the canal rays were obtained when the discharge tube was filled with hydrogen. അതായത് ഈ ഡിസ്ചാർജ് ട്യൂബിനകത്ത് ഹൈഡ്രജൻ നിറച്ചപ്പോൾ ലഭിച്ച കനാൽ രശ്മികൾക്കായിരുന്നു ഏറ്റവും ഭാരം കുറഞ്ഞതും ഏറ്റവും ചെറുതുമായ, ഏറ്റവും സ്മോളസ്റ്റുമായ കനാൽ രശ്മികൾ, അതായത് പോസിറ്റീവ് ചാർജുകൾ ലഭിച്ചിരുന്നത്. ദെൻ Ernest Rutherford discovered that this was an subatomic particle and named it proton. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ കാലങ്ങൾക്ക് ശേഷം ആര് കണ്ടുപിടിച്ചു? റുദർഫോർഡ് എന്ത് കണ്ടുപിടിച്ചു? ഈ പോസിറ്റീവ് ചാർജുള്ള പദാർത്ഥം ഒരു സബാറ്റോമിക് പാർട്ടിക്കിൾ ആണ് എന്നും അത് എന്താണ് എന്നും ഐഡൻറ്റിഫൈ ചെയ്തു, പ്രോട്ടോൺ ആണ് എന്നും ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ എന്താണ് ഇതിലെ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ്? യൂഗൻ ഗോൾഡ്സ്റ്റീൻ ആണ് എന്ത് കണ്ടുപിടിച്ചത്? കനാൽ രശ്മികളെ കണ്ടുപിടിച്ചത്. ഓക്കെ, എന്താണ് കനാൽ രശ്മികൾ കണ്ടെത്തിയത്? ആരാണ്? യൂഗൻ ഗോൾഡ്സ്റ്റീൻ. ഈ കനാൽ രശ്മികളെ എന്നും കൂടി അറിയപ്പെട്ടിരുന്നു? ആനോഡ് റേസ്, ആനോഡ് രശ്മികളും ഒന്നുകൂടി അറിയപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് ആനോഡ് റേസ് എന്നറിയപ്പെടാൻ കാരണം? ബിക്കോസ് ഇത് എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? ആനോഡിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതുകൊണ്ടാണ് ആനോഡ് റേസ് എന്നറിയപ്പെട്ടത്. പിന്നീട് ഏണസ്റ്റ് റുദർഫോർഡ് ആണ് എന്ത് ചെയ്തത്? ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ പ്രോട്ടോൺ എന്ന് നെയിം ചെയ്തത്. ഓക്കെ, പിന്നീട് ജെ തോംസൺ പ്രപ്പോസ്ഡ് ഹിസ് പ്ലം പുഡിംഗ് മോഡൽ വെൻ ദി പ്രസൻസ് ഓഫ് നെഗറ്റീവ് പാർട്ടിക്കിൾസ് വർ ഐഡൻറ്റിഫൈഡ് ഇൻ ആറ്റം. അതായത് ആറ്റത്തിലെ നെഗറ്റീവ് പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസ്, സാന്നിധ്യം ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം, മനസ്സിലാക്കിയ ശേഷം ജെ തോംസൺ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്ത ഒരു ആറ്റം മോഡലായിരുന്നു പ്ലം പുഡിംഗ് മോഡൽ. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് മോഡൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ എ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ. അതായത് എങ്ങനെയാണ് പറഞ്ഞത്? എങ്ങനെയാണ് പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് പറയുന്നത്? എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ്, അതായത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ പോസിറ്റീവ് ചാർജുള്ള ഒരു സ്ഫിയറിൽ, പോസിറ്റീവ് ചാർജുള്ള ഒരു വൃത്തത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നിരത്തിയിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ അതിന് മുകളിൽ നിരത്തിയിരിക്കുന്ന പോലെയാണ് ഇതുള്ളത്, ഒരാറ്റത്തിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. ദെൻ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഇൻ ദി സ്ഫിയർ വിൽ ബി ഈക്വൽ. അപ്പോൾ ഈ വൃത്തത്തിനകത്തുള്ള പോസിറ്റീവ് ചാർജുകളുടെ എണ്ണവും നെഗറ്റീവ് ചാർജുകളുടെ എണ്ണവും എന്താണ്? ഈക്വൽ ആയിരുന്നു എന്നും ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ, അതായത് ആറ്റത്തിന് ചാർജ് ഇല്ല,
എന്നും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് തോംസൺ മോഡൽ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ റിസൾട്ട്സ് ഓഫ് സെവറൽ എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ മറ്റു പല എക്സ്പെരിമെൻറ്റ്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല, ഈ പ്ലം പുഡിംഗ് മോഡലിന് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മോഡലിന് എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു, അതായത് ഇതിനെ ആരും അംഗീകരിച്ചില്ല. അടുത്തതായിട്ട് റുദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, in 1911 under the leadership of Ernest Rutherford, Hans Geiger and Ernest Marsden conducted experiments by bombarding alpha rays on a very thin gold foil. അതായത് 1911 റുദർഫോർഡും പിന്നെ മറ്റു 2 ശാസ്ത്രജ്ഞനായ ഹാൻസ് ഗീഗറും ഏണസ്റ്റ് മാസ്ഡനും പിന്നെ ചേർന്ന് ഒരു വളരെ തിന്നായിട്ടുള്ള വളരെ നേരത്തെ ഒരു സ്വർണ്ണത്തകിടിലേക്ക് ആൽഫ കിരണങ്ങൾ എന്ത് ചെയ്തു, പതിപ്പിച്ചു. ഓക്കെ, എന്നിട്ട് പരീക്ഷണങ്ങൾ നടത്തി നോക്കുകയാണ്. ദീസ് എക്സ്പെരിമെൻറ്റ്സ് ഹെൽപ്ഡ് ഇൻ ബ്രിങ്ങിങ് മോർ ക്ലാരിറ്റി അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പോൾ ഒരാറ്റത്തിൻ്റെ സ്ട്രക്ചർ, ഒരാറ്റത്തിൻ്റെ ആ ഒരു ഘടനയെ പറ്റിയിട്ട് കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള, കൂടുതൽ ക്ലാരിറ്റിയോടെയുള്ള ഒരു വിവരണം ലഭിക്കാൻ ഈ എക്സ്പെരിമെൻറ്റ്സ് അവരെ സഹായിച്ചു. ഓക്കെ, അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈ പരീക്ഷണം നടത്തിയത് എന്നാണ് പറയുന്നത്. റുദർഫോർഡ് ബോംബാർഡഡ് എ വെരി തിൻ ഗോൾഡ് ഫോയിൽ വിത്ത് ദി ആൽഫ റേസ് വിച്ച് ഒറിജിനേറ്റഡ് ഫ്രം ദി റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ആൻഡ് ട്രൈഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഡിഫ്ലക്ഷൻസ് ഒക്വേർഡ് ഇൻ ദെയർ പാത്ത്. അതായത് റേഡിയോ ആക്റ്റീവായിട്ടുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് വരുന്ന റേഡിയോ ആക്റ്റീവ് റേസ് ആയിട്ടുള്ള ആൽഫ റേസ് എന്ത് ചെയ്തു, ഒരു തിന്നായിട്ടുള്ള സ്വർണ്ണത്തകിടിൽ, സ്വർണ്ണത്തിൻ്റെ ഒരു ഗോൾഡ് ഫോയിലിനകത്ത് പതിപ്പിക്കുകയും ആ സ്വർണ്ണത്തകിടിലേക്ക് വന്ന് പതിക്കുന്ന ഈ രശ്മികൾക്ക് ഉണ്ടാകുന്ന വ്യതിയാനം, അതായത് ഇതിൻ്റെ ട്രാക്കിന് അല്ലെങ്കിൽ ഇതിൻ്റെ പാത്തിനുണ്ടാകുന്ന ഡീവിയേഷൻസാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഒബ്സർവ് ചെയ്തത്. ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. അതായത് ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ യാതൊരു വ്യതിയാനവും കൂടാതെ എന്ത് ചെയ്തു, അടുത്ത മറുവശത്തേക്ക് കടന്നുപോയി. ഓക്കെ, രണ്ടാമതായിട്ട് നിരീക്ഷിച്ചത് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒബ്സർവേഷനാണ് സം ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ ഫ്രം ദി സ്ട്രെയിറ്റ് ലൈൻ വെൻ ദേ ഹിറ്റ് ദി ഗോൾഡ് ഫോയിൽ. അതായത് ചില ആൽഫ കണങ്ങൾ സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്ന് ചെറിയ കോണളവിൽ വ്യതിചലിച്ചിട്ട് എന്ത് ചെയ്തു, ചെറിയൊരു ഡീവിയേഷനിൽ സഞ്ചരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. ഇനി മൂന്നാമതായിട്ട് കിട്ടിയത് ഇങ്ങനെയാണ്. എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ്ഡ് ബാക്ക് ബൈ ആൻ ആംഗിൾ ഓഫ് 180 ഡിഗ്രി. അതായത് വളരെ കുറവ്, മീൻസ് ഒരു 20,000 റേസ്, 20,000 രശ്മികൾ വിട്ടാൽ അതിൽ 1 എന്നുള്ള നിരക്കിൽ, അത്രയേ ഉള്ളൂ, വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അത്രയും ചെറിയ അളവിൽ രശ്മികൾ എന്ത് ചെയ്തു, പോയ അതേ പാതയിലേക്ക് തിരിച്ച് ബാക്ക്വേർഡായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. അതിൽ നിന്ന് അദ്ദേഹം കുറച്ച് അസംഷൻസ്, കുറച്ച് അനുമാനങ്ങൾ ഉണ്ടാക്കി. ഒന്നാമത്തേത്, മോസ്റ്റ് പാർട്ട് ഓഫ് ആറ്റം വാസ് എംപ്റ്റി. ആറ്റത്തിൻ്റെ മുക്കാൽ ഭാഗവും അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും എന്താണ്, എംപ്റ്റി ആണ്, കാലിയാണ്, അതിനകത്തൊന്നും തന്നെ ഇല്ല. സം ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ ഡ്യൂ ടു ദ റിപ്പൽഷൻ കോസ്ഡ് ബൈ ദി പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയൻ ഇൻസൈഡ് ദി ആറ്റം. അപ്പോൾ ചില ആൽഫ പാർട്ടിക്കിൾസിന് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു വ്യതിയാനത്തോടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു, അല്ല ചെറിയൊരു ആംഗിളിൽ വ്യതിചലിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്, ഡിഫ്ലക്റ്റഡ് ബൈ ദി എന്താണ് പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയൻ ഇൻസൈഡ് ദി ആറ്റം. അപ്പോൾ ആറ്റത്തിനകത്തുള്ള പോസിറ്റീവ് ചാർജുള്ള റീജിയൻ ഈ പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യും, റിപ്പല് ചെയ്യും, അതായത് വികർഷിക്കുന്നു. ആ വികർഷണത്തിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്തത്, വളരെ കുറച്ചളവിലുള്ള ആൽഫ പാർട്ടിക്കിൾസ് ഡീവിയേറ്റ് ചെയ്ത് പോയത്, ചെറിയൊരു കോണളവിൽ ചെറിയൊരു ആംഗിളിൽ വ്യതിചലിച്ച് പോയത്. ഓക്കെ, തേർഡ് പോയിന്റ് നോക്കാം. The entire positive charge of an atom is concentrated in a very small volume at the center of atom. അതായത് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുകളൊക്കെയും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് അതൊക്കെ പിന്നെ അനുഭവപ്പെടുന്നത്, ഓക്കെ, ആ അനുഭവപ്പെടുന്നത് എവിടെയാണ്, ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ്, അതായത് മധ്യഭാഗത്താണ്. ഓക്കെ,
കമ്പയർഡ് ടു ദി സൈസ് ഓഫ് ആറ്റം സെൻറ്റർ ഈസ് എക്സ്ട്രീംലി സ്മോൾ. അതായത് ആറ്റത്തിൻ്റെ വലിപ്പവുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഈ പോസിറ്റീവ് ചാർജുള്ള സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറിയ അളവിലുള്ളതാണ്. ഓക്കെ, അതിന് വലിപ്പമേ ഇല്ല, അത് വളരെ ചെറുതാണ്. ലാസ്റ്റ് പോയിന്റ്, ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ സ്മോൾ വോളിയം അറ്റ് ദി സെൻറ്റർ ഓഫ് ആറ്റം. ദ സെൻറ്റർ ഈസ് എക്സ്ട്രീംലി വെരി സ്മോൾ കമ്പയർഡ് ടു ദി സൈസ് ഓഫ് ആറ്റം. ദ ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് ബൗൺസ്ഡ് ബാക്ക് were those that were deflected to this center and he called this center as nucleus. അപ്പോൾ ആറ്റത്തിൻ്റെ സൈസ് വളരെ സ്മോളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, അതിനകത്തുള്ള പോസിറ്റീവ് ചാർജുള്ള ഏരിയയും അതിലും സ്മോളാണ്. ദെൻ പറഞ്ഞ കാര്യമാണ് എന്താണ്, ഈ പോസിറ്റീവ് ചാർജുള്ള ഈ പാർട്ടിൽ വന്ന് ടച്ച് ചെയ്ത ആൽഫ പാർട്ടിക്കിൾസ് ആണ് 180 ഡിഗ്രി 180 ഡിഗ്രിയിൽ എന്ത് ചെയ്തത്, തിരിച്ച് വന്നതായിട്ട് കണ്ടത്. ഓക്കെ, ആൻഡ് ഹി കോൾഡ് ദിസ് സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ്. അപ്പോൾ അദ്ദേഹം ഈ സെൻറ്ററിനെ, ഈ കേന്ദ്രത്തെ എന്ത് നെയിമാണ് ചെയ്തത്, ന്യൂക്ലിയസ് എന്ന് നെയിം ചെയ്തു. അപ്പോൾ റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ ഇങ്ങനെ ചുരുക്കി നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അതൊന്ന് വായിച്ച് അതൊന്ന് പഠിച്ചു നോക്കുക. ഓക്കെ, ആറ്റം ഹാസ് എ സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിന് എന്തുണ്ട്, ഒരു സെൻറ്റർ ഉണ്ട്, ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിനെ നമ്മൾ പറയുന്ന പേര്, ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തിലെ സെൻറ്ററിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ന്യൂക്ലിയസ് എന്ന്. ഓക്കെ, രണ്ടാമതായിട്ട് the size of the nucleus is extremely small when compared to the size of the atom. ആറ്റത്തിൻ്റെ വലിപ്പവുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഭാഗമാണ്, വളരെ ചെറിയ ഭാഗമാണ് ഏത്, ഈ സെൻറ്ററിലുള്ള ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. The entire positive charge and most of the mass of the atom are concentrated in the nucleus. ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും അതേപോലെ ആറ്റത്തിൻ്റെ മാസും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്, ഈ ന്യൂക്ലിയസിലാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ്, ഇലക്ട്രോൺസ് റിവോൾവ് വെരി ഫാസ്റ്റ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ന്യൂക്ലിയസിന് ചുറ്റുമാണ് എന്ത് കാണപ്പെടുന്നത്, ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. ഇലക്ട്രോണുകൾ ഡെഫിനിറ്റ് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള സർക്കുലർ പാത്ത്, വൃത്താകൃതിയിലുള്ള ഒരു പാതയിലൂടെ, അതായത് ഓർബിറ്റ്. ഓക്കെ, ആ ഓർബിറ്റ് എന്നാണ് അതിനറിയപ്പെടുന്നത്. ആ പാതയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ മോഡലിനെയാണ്, ഈ റുദർഫോർഡ് പ്രപ്പോസ് ചെയ്ത ആറ്റം മോഡലിനെ പറയുന്ന പേരാണെന്ത്, പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, അല്ലെങ്കിൽ സൗരയൂഥ മാതൃക എന്നറിയപ്പെട്ടത്. അപ്പോൾ റുദർഫോർഡ് പ്രപ്പോസ് ചെയ്ത ഈ ആറ്റം മോഡലിന് കുറച്ച് ലിമിറ്റേഷൻസ്, കുറച്ച് പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം. അക്കോർഡിംഗ് ടു ദ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, എ ചാർജ്ഡ് ബോഡി ഇൻ മോഷൻ ഷുഡ് കണ്ടിന്യൂസ്ലി എമിറ്റ് എനർജി. അതായത് വൈദ്യുതകാന്തിക സിദ്ധാന്ത പ്രകാരം ഒരു ചലിക്കുന്ന ചാർജുള്ള ഒരു വസ്തു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എനർജീനെ എമിറ്റ് ചെയ്യണം, അതായത് ഊർജ്ജം കണ്ടിന്യൂസ് ആയിട്ട് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കണം. ഓക്കെ, ഹെൻസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഷുഡ് കണ്ടിന്യൂസ്ലി ലോസ് ഇറ്റ്സ് എനർജി. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകളിൽ എന്ത് ചെയ്യാണ്, കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യണം, ഈ ചാർജിനെ എമിറ്റ് ചെയ്യണം അല്ലേ, ചാർജിനെ ഇങ്ങനെ പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ, പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കണം അല്ലേ. അങ്ങനെയെങ്കിൽ ആൻഡ് ലോസ് ഇറ്റ്സ് എനർജി ആൻഡ് കൊളാപ്സ് ഇൻറ്റു ദി ന്യൂക്ലിയസ്. അതായത് ഇപ്പോൾ എന്താണ്, ഈ നെഗറ്റീവ് ചാർജുള്ള ഒരു വസ്തുവിൻ്റെ ചാർജ് എന്താവും, തീർന്നു പോവും അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ഉപയോഗിച്ച് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചാർജ് സ്വാഭാവികമായിട്ടും എന്താവണം, തീരണം. ചാർജ് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് പിന്നെ അതിൽ കറങ്ങാൻ പറ്റില്ലല്ലോ. അതെന്ത് ചെയ്യും, വന്ന് സെൻറ്ററിൽ, അതായത് ഈ കേന്ദ്രമായ ന്യൂക്ലിയസിൽ വന്ന് എന്ത് ചെയ്യണം, കൂട്ടിയിടിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ സ്പീഡിൽ കറങ്ങുന്ന ഒരു വസ്തുവിൻ്റെ ചാർജ് തീർന്നു കഴിയുമ്പോൾ ഇത് ഇങ്ങനെ, അതായത് ഈവൻ ആയിട്ടുള്ളതായിരിക്കില്ല, അൺഈവൻ ആവും അല്ലേ. ഇതിൻ്റെ കറക്കം എന്താവും, ഒരു ഓർഡർ ഇല്ലാതെ ആവുകയും അത് തിരിച്ച് എവിടെ വന്ന് വീഴുകയും ചെയ്യണം, ന്യൂക്ലിയസിൽ വന്ന് വീഴുകയും ചെയ്യണം. ഓക്കെ, ബട്ട് ദിസ് ഡസ് നോട്ട് ഹാപ്പൻ. ഈ ഒരു കാര്യം പക്ഷേ എന്ത് സംഭവിക്കുന്നില്ല, ഒരാറ്റത്തിലും നടക്കുന്നതായിട്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സോ റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം.
അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം കൊണ്ട് ആറ്റത്തിൻ്റെ സ്ഥിരത, സ്റ്റെബിലിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? റുദർഫോർഡ് മാതൃകയ്ക്ക് പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യപ്പെട്ടു? ഈ റുദർഫോർഡ് ആറ്റം മോഡലിനെ എന്ത് ചെയ്തു? കണക്കിലെടുക്കാതെ പിന്തള്ളപ്പെട്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിനുശേഷം റുദർഫോർഡ് ഒരു ആറ്റം മോഡൽ, പ്ലാനറ്ററി മോഡലും പ്രപ്പോസ് ചെയ്തു. അതിന് ലിമിറ്റേഷൻസ് ഉണ്ടായതുകൊണ്ട് അതിനെന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തില്ല. ദെൻ അതിനുശേഷമാണ് അദ്ദേഹം, റുദർഫോർഡ് കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് പറഞ്ഞത് ന്യൂക്ലിയസിലാണ് മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ആറ്റത്തിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണ് എന്ന് പറഞ്ഞു. പക്ഷേ the real mass of the nucleus was found to be very much greater than that calculated by Rutherford on the basis of the number of protons. റുദർഫോർഡ് പ്രോട്ടോണുകളുടെ എണ്ണം വെച്ചുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ആറ്റത്തിൻ്റെ മാസ്, അതായത് ന്യൂക്ലിയസിലുള്ള മാസ് എന്ന് പറഞ്ഞത്. ഓക്കെ, പക്ഷേ ഈ പ്രോട്ടോണുകളുടെ എണ്ണത്തിനേക്കാളും ഒരുപാട് കൂടുതലാണ് എന്ത്? ന്യൂക്ലിയസിൻ്റെ മാസ്. ഓക്കെ, ബട്ട് ഹി ഫെയിൽഡ് ടു പ്രൂവ് ദിസ് ഡിസ്ക്രിപ്പൻസി ത്രൂ എക്സ്പെരിമെൻറ്റ്സ്. ഈ ഒരു വ്യത്യാസം, അതായത് ഈ ഒരു വേരിയേഷൻ അദ്ദേഹത്തിന് എക്സ്പെരിമെൻറ്റ്സിലൂടെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല? തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലേറ്റർ ഇൻ 1932 ജെയിംസ് ചാഡ്വിക് ഫൗണ്ട് ഔട്ട് ദാറ്റ് ദർ ആർ സം ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഇൻ ദി ന്യൂക്ലിയസ് ആൻഡ് ദേ ഹാവ് മാസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. പിന്നീട് 1932 ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ എന്ത് കണ്ടുപിടിച്ചു? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് ന്യൂട്രലായിട്ടുള്ള, ചാർജ് ഇല്ലാത്ത പദാർത്ഥങ്ങൾ ഉണ്ട് എന്നും അവയാണ് ദേ ഹാവ് മാസ്, അതിന് മാസ് ഉണ്ട് എന്നും ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എ ഹൈഡ്രജൻ ആറ്റം. അതായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമായ മാസുള്ള ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു വസ്തു എവിടെയുണ്ട് എന്ന് കണ്ടുപിടിച്ചു? ന്യൂക്ലിയസിനകത്തുണ്ട് എന്ന് കണ്ടുപിടിച്ചു. ഹി നെയിംഡ് ദം ന്യൂട്രോൺസ് സിൻസ് ദേ വർ ചാർജ്ലെസ്. ചാർജ് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം അതിന് എന്ത് പേര് നൽകി? ന്യൂട്രോൺ എന്ന് പേര് നൽകി. ഒരു ഡാനിഷ് സയൻറ്റിസ്റ്റ്, ഓക്കെ, ദ ഡാനിഷ് സയൻറ്റിസ്റ്റ് നീൽസ് ബോർ പ്രപ്പോസ്ഡ് ഹിസ് ആറ്റം മോഡൽ ഇൻ 1913. അപ്പോൾ എന്താണ്? നീൽസ് ബോർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പിന്നീട് 1913 എന്ത് കണ്ടുപിടിച്ചു? ഒരു ആറ്റം മോഡൽ, അതായത് ലിമിറ്റേഷൻസ്, റുദർഫോർഡിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ആറ്റം മോഡൽ കണ്ടുപിടിക്കുകയുണ്ടായി. ഓക്കെ, അതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് വായിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ എ ഫിക്സഡ് ഓർബിറ്റ്സ്. കൃത്യമായ ഓർബിറ്റുകളിലാണ് എന്ത് സംഭവിക്കുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്യുന്നത്, കറങ്ങുന്നത്. ഓക്കെ, രണ്ടാമത്തേത്, ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് എ ഡെഫിനിറ്റ് എനർജി. സോ ദി ഓർബിറ്റ്സ് ഓൾസോ നോൺ ആസ് എനർജി ലെവൽ. അതായത് ഇലക്ട്രോണുകൾ കറങ്ങുന്ന ഓരോ ഓർബിറ്റുകൾക്കും, ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്ന ഓരോ ഓർബിറ്റുകൾക്കും എന്തുണ്ട്? ഫിക്സഡ് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള എനർജി ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവയെ എനർജി ലെവലുകൾ അല്ലെങ്കിൽ ഊർജ്ജ നിലകളെന്നും എന്ത് ചെയ്യാറുണ്ട്? അറിയപ്പെടാറുണ്ട്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, as long as the electrons revolve in a particular orbit their energy does not change. അതായത് ഒരു ഇലക്ട്രോൺ ഓർബിറ്റിൽ തുടരുന്നിടത്തോളം കാലം, അതായത് അതിൻ്റെ പെർട്ടിക്കുലർ ഓർബിറ്റ്, അത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓർബിറ്റിൽ തുടരുന്നിടത്തോളം കാലം അതിന്, ആ ഇലക്ട്രോണിൻ്റെ എനർജിക്ക് എന്ത് സംഭവിക്കുന്നില്ല? ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. സോ ദ ഓർബിറ്റ്സ് ആർ നോൺ ആസ് സ്റ്റേഷനറി എനർജി ലെവൽസ്. അതായത് സ്റ്റേഷനറി എനർജി ലെവലുകളൊന്നും അതിനെ അറിയപ്പെടാറുണ്ട്. കാരണം എന്താണ്? ഒരു ഓർബിറ്റിൽ തുടരുന്ന അത്രയും കാലം ഇലക്ട്രോണിന് എന്ത് സംഭവിക്കുന്നില്ല? എനർജി ലോസും ഇല്ല, എനർജി ഗെയിനും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. The energy of the orbit increases as the distance from the nucleus increases. അപ്പോൾ എന്താണ്? ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഓർബിറ്റിൻ്റെ എനർജിക്ക് എന്താ സംഭവിക്കുന്നത്? കൂടി വരികയാണ്. ഓക്കെ, അതായത് ന്യൂക്ലിയസിന് അടുത്തുള്ളതിന് എനർജി കുറവ്, ന്യൂക്ലിയസിൽ നിന്ന് അകലം തോറും എന്ത് സംഭവിക്കുന്നു? എനർജി കൂടി കൂടി വരുന്നു. അടുത്ത പോയിന്റ്, എനർജി ഈസ് എമിറ്റഡ് വെൻ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ്സ് ഓഫ് ഹയർ എനർജി ടു ഓർബിറ്റ് ഓഫ് ലോവർ എനർജി. അതായത് ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്ന് ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോണുകൾ മാറുന്ന സമയത്ത് ഊർജം എന്താ ചെയ്യുന്നത്? എനർജി എന്താ ചെയ്യുന്നത്? എമിറ്റ് ചെയ്യുന്നു, പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്.
അതേപോലെ നെക്സ്റ്റ് നോക്കാം, അതിൻ്റെ അടുത്ത പോയിൻ്റ് അല്ല, കണ്ടിന്യൂഷൻ. എനർജി ഈസ് അബ്സോർബ്ഡ് വെൻ ദ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ്സ് ഓഫ് ലോവർ എനർജി ടു ഓർബിറ്റ് ഓഫ് ഹയർ എനർജി. അതായത് ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിൽ നിന്ന് ഊർജ്ജം കൂടിയ ഓർബിറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ എന്താ ചെയ്യുന്നത്? എനർജീനെ ആഗിരണം ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? എനർജീനെ അബ്സോർബ് ചെയ്യുകയും അതേപോലെ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ എനർജി എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ലാസ്റ്റ് പോയിന്റ്, ഓർബിറ്റ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ഗിവിങ് നമ്പേഴ്സ് 1 2 3 4 5 എക്സെട്ര. അതായത് ഓർബിറ്റുകൾക്ക് അതിൻ്റെ ക്രമം എങ്ങനെയാണ്? 1 2 3 എന്നിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്പേഴ്സ് നൽകാം. ഇൻ ദ സ്റ്റഡീസ് ദാറ്റ് അലൗഡ് ഓർബിറ്റ്സ് വർ ഓൾസോ കോൾഡ് ഷെൽസ്. അപ്പോൾ പിന്നീടുള്ള സ്റ്റഡീസ് ഈ ഓർബിറ്റുകളെ ഷെൽ എന്നുകൂടി അറിയപ്പെടുന്നതായിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ ദ എനർജി ലെവൽസ് 1 2 3 4 എക്സെട്ര ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഷെൽസ് KLMN എക്സെട്ര. അപ്പോൾ നമ്മൾ ഓർബിറ്റുകൾ 1 2 3 എന്ന് നമ്പറിങ് ചെയ്ത പോലെ ഷെല്ലുകളായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇവയെ എങ്ങനെ നെയിം ചെയ്യാം? KLMN എന്നിങ്ങനെ നമ്പർ ചെയ്യാം. അപ്പോൾ ഈ അവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് KLMN. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ള ഷെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? K ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഓർഡർ KLMN എന്നിങ്ങനെ ഓർഡറിൽ പോകുന്നു. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. സം പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആർ ഗിവൺ ഇൻ ടേബിൾ 1.2. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങളോട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നെയിം ഓഫ് പാർട്ടിക്കിൾ. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിക്കിൾ ഏതാണ്? പ്രോട്ടോൺ. പ്രോട്ടോണിൻ്റെ പൊസിഷൻ എവിടെയാണ് ആറ്റത്തിൽ പ്രോട്ടോൺ എവിടെയാണ് കാണപ്പെടുന്നത്? പ്രോട്ടോൺ ഇൻസൈഡ് ദി ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിന് അകത്താണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇൻ ദ ന്യൂക്ലിയസ് അല്ലേ. ഇനി പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് തന്നിട്ടുള്ളത് നോക്കുക. മാസ് 1.00727 യൂണിറ്റ് ആണ് പ്രോട്ടോണിൻ്റെ എക്സാക്റ്റ് മാസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കൽ യൂസിൽ എടുക്കുമ്പോൾ അത് എത്ര യൂണിറ്റ് ആയിട്ട് എടുക്കും? 1 യൂണിറ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, രണ്ടാമത്തെ സബ് ആറ്റോമിക് പാർട്ടിക്കിളാണ് ഇത് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? ആറ്റത്തിൽ ഔട്ട്സൈഡ് ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് പുറത്താണ് ഇതിനെ കാണപ്പെടുന്നത്, ഇലക്ട്രോണിനെ കാണുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? ഇലക്ട്രോൺ ഈസ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ല, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഇനി ഇലക്ട്രോണിൻ്റെ മാസ് നോക്കിയേ, 0.0000548 യൂണിറ്റ് ആണ്. അപ്പോൾ അതൊരു പ്രാക്ടിക്കൽ യൂസിലേക്ക് വരുമ്പോൾ നമുക്ക് എത്രയായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം? മാസ് ഇല്ല, 0 ആയിട്ട് തന്നെ കണക്കാക്കാം. മൂന്നാമത്തെ പാർട്ടിക്കിളാണ് ഇത് ന്യൂട്രോൺ. അപ്പോൾ അവിടെ തന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? അവിടെ ന്യൂട്രോൺ എന്ന് കൊടുക്കണം. അപ്പോൾ ന്യൂട്രോണിൻ്റെ പൊസിഷൻ എവിടെയാണ്? ന്യൂക്ലിയസിനകത്താണ്. ചാർജ് ന്യൂട്രലാണ്, ചാർജ് ലെസ് ആണ് ഇത് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ന്യൂട്രോണിൻ്റെ മാസ് നോക്കൂ, 1.00866 യൂണിറ്റ് ആണ്. അത് നമ്മൾ പ്രാക്ടിക്കൽ യൂസിന് കൺസിഡർ ചെയ്യുന്നത് റൗണ്ട് ചെയ്തിട്ട് എത്രയായിട്ടാണ്? 1 യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നു. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സം സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ, വിച്ച് ഓഫ് ദം ആർ റിലേറ്റഡ് ടു JJ തോംസൺ. അപ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ JJ തോംസൺ പ്രപ്പോസ് ചെയ്ത ഐഡിയാസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. പ്രപ്പോസ്ഡ് ദ ഐഡിയ ഓഫ് ഓർബിറ്റ്. ഓർബിറ്റ് എന്നുള്ള ഐഡിയ കൊണ്ടുവന്നത് JJ തോംസൺ ആണോ? അല്ല അല്ലേ. ഒന്നാമത്തേത് റോങ് ആണ്. ബി, കണ്ടക്റ്റഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് JJ തോംസൺ ആണോ? അതും JJ തോംസണിൻ്റെതല്ല. ദെൻ മൂന്നാമത്തേത് നോക്കാം. ഡിസ്കവേർഡ് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോൾ അതും JJ തോംസണിൻ്റെ ഫൈൻഡിങ്ങിൽ പെട്ടതല്ല. ഇനി നെക്സ്റ്റ് നോക്കാം. ഡിസ്കവേർഡ് ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോണിനെ ഐഡൻറ്റിഫൈ ചെയ്തത് ആരാണ്? ഇലക്ട്രോണിനെ നെയിം ചെയ്തത് JJ തോംസൺ ആണ്. അപ്പോൾ അത് JJ തോംസണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പെട്ടതാണ്. ഇനി ലാസ്റ്റ് വൺ എന്താണ്? പ്രപ്പോസ്ഡ് ദി പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് മോഡലും ആര് പ്രപ്പോസ് ചെയ്ത ഐഡിയ ആണ്? JJ തോംസൺ പ്രപ്പോസ് ചെയ്ത ഐഡിയ ആണ്. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പാർട്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.